രാത്രി 9 മണിയോടുകൂടി ന്യൂഡൽഹിയിൽ നിന്നും കത്ര പോകുന്ന ഒരു ട്രെയിനിൽ ഞങ്ങൾ കയറി. ജീവിതത്തിൽ ആദ്യമായി അന്നായിരുന്നു അത്രയും തിരക്കുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്തത്. രാത്രി തുടങ്ങി ഒടുവിൽ പുലരുമ്പോഴും ഞങ്ങൾ ട്രെയിനിൽ നിന്ന് യാത്ര തുടർന്നു. രാത്രിയിൽ ട്രെയിൻ നിർത്തിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കയറാൻ മാത്രമാണ് ആളുകൾ ഉണ്ടായിരുന്നത്. അതും ഒരുപാട് ആളുകൾ. കാൽ നിലത്ത് കുത്താൻ പോലും സ്ഥലമില്ല. അതിനിടയ്ക്ക് എത്രയോ വഴക്കുകൾ, അടിപിടികൾ. ദയയില്ലാത്ത മുഖങ്ങളുമായി മനുഷ്യർ പരസ്പരം വെല്ലുവിളിക്കുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ വാങ്ങി ബാഗിൻ്റെ സൈഡിൽ വച്ചിരുന്ന ഒരു ബോട്ടിൽ വെള്ളം വേറെ ഒരാളെടുത്ത് പൊട്ടിച്ച് കുടിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു അത് അയാൾ വാങ്ങിയതാണെന്ന്. തീർത്ഥാടനം എന്ന ലക്ഷ്യവുമായി പോകുന്നവരാണല്ലോ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ഒരു നിമിഷം വിഷമം തോന്നി. എന്നാൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം സുന്ദരമായ കാഴ്ചകളാണ്. മലഞ്ചെരുവുകൾ തട്ടുതട്ടുകളായി തിരിച്ച് കൃഷി ചെയ്തിരിക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ കുതിരകളും കാലികളും മേഞ്ഞു നടക്കുന്നു. ചെറിയ ചെറിയ മരപ്പെട്ടികൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെ തോന്നിക്കുന്നതായിരുന്നു മലയിലെ വീടുകൾ. പകൽ സമയത്ത് ഇതുവഴി കടന്നു പോകുന്ന ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നതെന്ന് തോന്നി. മലകൾക്കും ഗ്രാമങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും അരികിലൂടെ കടന്നു പോകുന്ന അത്രയും സുന്ദരമായ ഒരു റെയിൽപാതയാണ് ഇത്. ഇനിയൊരിക്കൽ ഒരു പകൽ തീർച്ചയായും ഇതുവഴി അങ്ങനെ ഒരു യാത്ര ഞാൻ ആഗ്രഹിക്കുന്നു. മലകളെ തുരന്നു പോകുന്ന ടണലുകളിലൂടെയും നദികൾക്ക് മുകളിലൂടെയുള്ള ഉയരമേറിയ പാലങ്ങളിലൂടെയും സഞ്ചരിച്ച് ഏകദേശം 9:30 ഞങ്ങൾ കത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ജമ്മുവിലെ ഉയരമുള്ള മലകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തിരക്കേറിയ ഒരു പട്ടണമാണ് കത്ര. ഇവിടെ നിന്നും നോക്കുമ്പോൾ ത്രികൂട പർവ്വതവും അവിടെയുള്ള മാതാ വൈഷ്ണോദേവി ക്ഷേത്രവും കാണാൻ കഴിയും. സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി 10 മിനിറ്റുകൾ കൊണ്ട് പ്ലാറ്റ്ഫോം ഒഴിപ്പിച്ചു. മാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡിൻ്റെ യാത്രാ രജിസ്ട്രേഷൻ കൗണ്ടറിലെ ക്യൂവിൽ നല്ല തിരക്കാണ്. അവിടെ ആധാർ കാർഡ് കൊടുത്ത് യാത്രീ കാർഡ് വാങ്ങി അത് കഴുത്തിൽ അണിഞ്ഞു വേണം മുന്നോട്ട് യാത്ര തുടരാൻ. റെയിൽവേ സ്റ്റേഷന് പുറത്ത് എയർടെൽ, ജിയോ എന്നീ കമ്പനികളുടെ 1 മാസം വാലിഡിറ്റിയുള്ള യാത്രീ സിം വാങ്ങാൻ കിട്ടും. ഞങ്ങൾ അത് വാങ്ങിയില്ല. എന്നാൽ ആ പ്രീപെയ്ഡ് സിം വാങ്ങേണ്ടതായിരുന്നുവെന്ന് പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്ററുകൾ മാറിയാണ് കത്ര തീർത്ഥാടനത്തിൻ്റെ ബേസ് സ്റ്റേഷൻ. ഏകദേശം 3 മണിയോടെ ഞങ്ങളവിടെ എത്തിച്ചേർന്നു. സുരക്ഷാ പരിശോധന കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്നു. നല്ല തിരക്കാണ്. 5200 അടി ഉയരത്തിലേക്കാണ് ഇനി നടന്നു കയറേണ്ടത്. അടിവാരത്ത് നിന്നും തുടങ്ങി 13 കിലോമീറ്ററുകൾ നീളമുള്ള നടപ്പാതയിലൂടെ കാൽനടയായോ അല്ലായെങ്കിൽ കുതിരപ്പുറത്ത് കയറി സഞ്ചരിച്ചോ നമുക്ക് മലമുകളിൽ എത്തിച്ചേരാം. അടിവാരത്തു നിന്നും ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മലമുകളിൽ എത്തിച്ചേരാനും കഴിയും. അതിന് നേരത്തെയുള്ള ബുക്കിംഗ് ആവശ്യമാണ്. നടന്നു കയറാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. കുതിരച്ചാണകം മണക്കുന്ന വഴി. കുതിരകൾ ആളുകളെ ചുമന്ന് മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ആ പാതയുടെ ഇരുവശങ്ങളും കച്ചവട സ്ഥലങ്ങളാണ്. പട്ടണത്തിലെ തിരക്കുള്ള ഒരു തെരുവിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതെന്ന് തോന്നും. എന്നാൽ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ചുറ്റും മേഘമാർഗത്തെ തടഞ്ഞു നിൽക്കുന്ന ഉയരമുള്ള മലകൾ കാണുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരികെ വരും. വർഷം മുഴുവനും പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ തീർത്ഥാടകരും അവരെ ചുമക്കുന്ന കുതിരകളും ഈ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പാതയോരത്തെ കടകൾ എല്ലായ്പ്പോഴും സജീവമാണ്. മാതാ വൈഷ്ണോദേവിയുടെ അനുഗ്രഹം തേടി മല കയറുന്നവരിൽ ഒരാളായി ഞാനും മലമുകളിലേക്ക് നടക്കുന്നു. രാമായണത്തിലെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് അത്രയും ശക്തമായ ഒരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നു. ഒരിക്കൽ ആദിശക്തി മഹാമായയുടെ 3 രൂപങ്ങളായ മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒരുമിച്ച് ചേർന്ന് ഒരു ദിവ്യ ജ്യോതിസായി മാറി. എന്നിട്ട് ദക്ഷിണേന്ത്യയിലെ രത്നാകരൻ എന്നയാളുടെ മകളായി വൈഷ്ണവി എന്ന പേരിൽ ജനിക്കുകയും ചെയ്തു. തീവ്രമായ സാധനകൾക്കൊടുവിൽ മഹാവിഷ്ണുവിൽ ലയിക്കുക എന്നതായിരുന്നു വൈഷ്ണവിയുടെ ജന്മലക്ഷ്യം. പുറം ലോകത്തു നിന്ന് ലഭിക്കാവുന്ന അറിവുകൾ എല്ലാം തന്നെ നേടിയതിനു ശേഷം വൈഷ്ണവി സമീപമുള്ള വനത്തിൽ പോയി ധ്യാന നിരതയായി ഇരുന്നു. വനവാസത്തിലായിരുന്ന ഭഗവാൻ ശ്രീരാമൻ അതുവഴി കടന്നു പോകുന്നത് കണ്ട വൈഷ്ണവി ഭഗവാനെ തിരിച്ചറിഞ്ഞ് സായുജ്യത്തിനായി പ്രാർത്ഥിച്ചു.
ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ ഈ ധ്യാനം തുടരണം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ യാത്ര തുടർന്നു. ഒരു വൃദ്ധരൂപം സ്വീകരിച്ചായിരുന്നു ഭഗവാൻ ശ്രീരാമൻ തിരികെ വന്നത്. അതിനാൽ ഇപ്രാവശ്യം വൈഷ്ണവിക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നിൽ ലയിക്കാൻ മാത്രം തപശക്തി നിനക്ക് വന്നിട്ടില്ല. അതിനാൽ ഹിമാലയത്തിൽ ത്രികൂട പർവ്വതത്തിൽ പോയി ഒരു ആശ്രമം കെട്ടി നീ നിൻ്റെ തപസ് തുടരുക. ഞാൻ കൽക്കിയായി അവതാരമെടുക്കുമ്പോൾ നിനക്ക് സായുജ്യം തരാം എന്ന് ഭഗവാൻ വൈഷ്ണവിയോട് പറഞ്ഞു. അങ്ങനെ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് കലിയുഗത്തിലും വൈഷ്ണവി ദേവി ഇവിടെ ത്രികൂട പർവ്വതത്തിലെ ഗുഹയിൽ തപസ് തുടരുന്നു. 11-ാം നൂറ്റാണ്ടിൽ ഗുരു ഗോരഖ്നാഥ് തൻ്റെ ശിഷ്യനായ ഭൈരവ്നാഥിനെ വൈഷ്ണവി ദേവിയെ തേടി ത്രികൂട പർവ്വതത്തിലേക്ക് അയച്ചു. ദേവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഭൈരവ്നാഥ് താണു വണങ്ങുന്നതിന് പകരം ദേവിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. ക്രമേണ പ്രണയാഭ്യർത്ഥന ഭീഷണിയായി മാറിയപ്പോൾ ദേവി വാളുകൊണ്ട് ഭൈരവ്നാഥിൻ്റെ തലയറുത്തു. ആ തല ഒരു കുന്നിൻ ചെരുവിൽ പോയി വീണു. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ഭൈരവ്നാഥ് ദേവിയോട് മാപ്പപേക്ഷിച്ചു. എന്നെ കാണാൻ വരുന്നവർ ആദ്യം നിന്നെ കണ്ടിട്ട് വന്നാലേ ഈ തീർത്ഥയാത്രയുടെ പുണ്യം ലഭിക്കൂ എന്ന് ദേവി ഭൈരവ്നാഥിനെ അനുഗ്രഹിച്ചു. ഇപ്പോഴും ഭക്തർ ആദ്യം ഭൈരവ്നാഥിനെയാണ് ദർശിക്കുന്നത്. ഭഗവാൻ ശ്രീരാമൻ കൽക്കി അവതാരമെടുത്ത് വരുമ്പോൾ ഭഗവാനിൽ ലയിക്കാനായി ഉഗ്ര തപസ്സനുഷ്ഠിക്കുന്ന മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സ്വരൂപിണിയായ ജഗദംബയായി ദേവി വൈഷ്ണവി ഇവിടെ ത്രികൂട പർവ്വതത്തിലെ ഗുഹയിൽ കുടികൊള്ളുന്നു. ഹിമാലയൻ താഴ്വരകളിൽ മാത്രം കാണപ്പെടുന്ന കലിജ് ഫെസൻ്റ് എന്ന പക്ഷിയെ വഴിയോരത്തായി കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച അത് മാത്രമായിരുന്നു. മലകളിൽ നിന്നും പാറകൾ അടർന്നു വീണ് തീർത്ഥാടകർക്ക് അപകടം സംഭവിക്കാതിരിക്കാനായി ശക്തമായ ഇരുമ്പ് വേലികൾ നിർമ്മിച്ച് പരിപാലിച്ചിരിക്കുന്നു. വഴിയിൽ പലയിടങ്ങളിലും സുരക്ഷാ പരിശോധന ഉണ്ട്. പാതയോരത്തെ സുരക്ഷാവേലി താഴ്വര കാഴ്ചകളെ മറയ്ക്കുന്നു. എന്നാലും താഴേക്ക് നോക്കുമ്പോൾ കത്ര പട്ടണവും അവിടുത്തെ വീടുകളും കൃഷിയിടങ്ങളും ഏറ്റവും അവസാനമായി കത്ര റെയിൽവേ സ്റ്റേഷനും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായി. ദൂരെ മലകൾക്കുമപ്പുറം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോഴും തിരക്കുള്ള ആ പാതയിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പാതയിലെ കുതിരകളെ കാണുമ്പോൾ സങ്കടമാണ്. രാത്രിയും പകലും അവ തുടർച്ചയായി മനുഷ്യരെ ചുമക്കുന്നു. പലതിൻ്റെയും വായിൽ നിന്ന് നുരയും പതയും ഒഴുകുന്നു. ആ ജീവികളെ വേദനിപ്പിച്ച് തീർത്ഥാടനം നടത്തി എന്ത് പുണ്യമായിരിക്കും മനുഷ്യർ നേടുന്നത്? വഴിയോരത്തെ കടകളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആഹാര സാധനങ്ങളും വാങ്ങാൻ കിട്ടും എന്നത് ഈ യാത്രയെ ആയാസരഹിതം ആക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും രുചികരമായ പെപ്സി കുടിച്ചതും അതുപോലെ ഏറ്റവും രുചിയുള്ള ജിലേബി കഴിച്ചതും ഈ പാതയിലെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ്. വൈകാതെ രാത്രിയായി. ഞങ്ങളിപ്പോഴും ആ പാതയിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. കുതിരകൾ ഇപ്പോഴും മനുഷ്യരെയും ചുമന്ന് പോകുന്നു. പാതയോരങ്ങളിലെ ചിലയിടങ്ങൾ അത്രയും ഭംഗിയുള്ള തോരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ പാതയിൽ നമുക്ക് വാഹനങ്ങൾ കാണാൻ കഴിയും. ഹെലികോപ്റ്ററിൽ വരുന്നവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് അവ. ഇനി നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. രാത്രിയിൽ മാതാ വൈഷ്ണോദേവി ക്ഷേത്ര കോംപ്ലക്സ് കാണാൻ അത്രയും ഭംഗിയാണ്. വ്യത്യസ്ത നിറങ്ങളിൽ അത് പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കും. ശൈവമത സങ്കല്പം അനുസരിച്ച് ദുർഗയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന 108 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് വൈഷ്ണോദേവി ക്ഷേത്രം. സതീദേവിയുടെ തലയോട്ടി ഇവിടെയാണ് വീണതെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇവിടെയുള്ള ഗുഹയിൽ പിണ്ടികൾ എന്നറിയപ്പെടുന്ന 3 പ്രകൃതി ദത്ത പാറകളുടെ ആകൃതിയിലാണ് ദേവി കുടികൊള്ളുന്നത്. മഹാഭാരതവുമായി ബന്ധപ്പെടുത്തിയാൽ ഈ പുണ്യഗുഹയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഇതിഹാസമായ മഹാഭാരതത്തിലാണ് ഉള്ളത്. കുരുക്ഷേത്ര യുദ്ധസമയത്ത് ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം വിജയത്തിനായി അനുഗ്രഹം തേടാൻ അർജുനൻ ഇവിടെ ധ്യാനിച്ചു. ജംബുവിലെ പർവ്വതത്തിൻ്റെ ചെരുവിലുള്ള ക്ഷേത്രത്തിൽ എപ്പോഴും വസിക്കുന്ന നീ എന്നായിരുന്നു അർജുനൻ ദേവിയെ അഭിസംബോധന ചെയ്തത്. ജംബു എന്നത് ഇന്നത്തെ ജമ്മു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒടുവിൽ രാത്രി 9:30 ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. ശരീരത്തെ തുളച്ചു കയറുന്ന തണുത്ത കാറ്റ്. പാതയിലെ തിരക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. കുതിരകളിൽ കൂടുതലും ഇപ്പോൾ വിശ്രമത്തിലാണ്. അവയുടെ വായിൽ നിന്ന് ഇപ്പോഴും നുരയും പതയും വന്നുകൊണ്ടിരിക്കുന്നു. അതിരാവിലെ 3:30 പാതയിലെ അവസാന ചെക്കിംഗ് പോയിന്റിൽ യാത്രീ കാർഡ് തിരികെ ഏൽപ്പിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.